NCP-യിൽ മന്ത്രിമാറ്റ ചർച്ചകൾ തുടരുമ്പോൾ AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരട്ടെ എന്ന് CPM സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുന്നു. പാർട്ടി നിലപാട് CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, അതായത് NCP-യുടെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അങ്ങനെ ഒരു മന്ത്രി വേണ്ടതില്ല ഈ നിലയ്ക്കാണ് എങ്കിൽ പാർട്ടിയുടെ ആത്മാഭിമാനം അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെയാണ്. എങ്ങനെയാണ് CPM ഇതിലൊരു തീരുമാനം എന്ന നിലയ്ക്ക് എടുക്കുന്നത്? മധു, ഈ വിഷയം മുൻപ് തന്നെ ഉയർന്നു വന്നപ്പോൾ വലിയ തോതിലുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ മൂന്ന് നേതാക്കളും AK ശശീന്ദ്രനും അതോടൊപ്പം തന്നെ തോമസ് കെ തോമസും PC ചാക്കോയും നേരിട്ട് ക്ലിഫ് ഹൗസിലെത്തി കാണുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി എടുത്തൊരു നിലപാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ ഒരു വിഷയത്തിൽ നിലപാടെടുക്കാം അല്ലെങ്കിൽ മന്ത്രിമാറ്റത്തിൽ ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് AK ശശീന്ദ്രന് അനുകൂലമാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പവാറുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും അത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളൊന്നും തന്നെ വില പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഇല്ലാത്ത രീതിയിൽ CPM ഘടകകക്ഷികളുടെ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ CPM അതിൻ്റെ നയം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ശശീന്ദ്രനെ മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം മുൻപ് ഉന്നയിച്ചതുപോലെ MLA സ്ഥാനം രാജിവെക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ അത് മുന്നണിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനുമെല്ലാം വലിയ തോതിലുള്ള ചീത്തപ്പേരാണ്. അതോടൊപ്പം തന്നെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യവുമാണ്. പ്രത്യേകിച്ച് ഇനി 1.5 വർഷം മാത്രമേ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളൂ. അതിനു മുമ്പ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാനിരിക്കുന്നു. ആ വിഷയങ്ങളെല്ലാം മുന്നിൽ കാണുമ്പോൾ CPM തന്നെ ഈ വിഷയത്തിൽ ഒരു മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ തോമസ് കെ തോമസുമായി ബന്ധപ്പെട്ട് ഉയർന്ന കോഴയാരോപണം അതൊക്കെ തന്നെ ഒരു മുന്നണിക്ക് മറ്റ് ഘടകകക്ഷികളിൽ നിന്നും ഒരു എതിർപ്പുണ്ടാക്കിയ കാര്യമാണ്. അതോടൊപ്പം ഇനി മന്ത്രി സ്ഥാനം മാറ്റി തോമസ് കെ തോമസിന് നൽകണമെന്നൊരു ആവശ്യം അതിശക്തമായി തന്നെ ഉയർന്നു വന്നാലും മന്ത്രിസ്ഥാനം ഇല്ലാതെ നിൽക്കുന്ന ഘടകകക്ഷികൾ അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് ജയിച്ച് സ്വതന്ത്രരായി വന്ന സ്ഥാനാർത്ഥികൾ ഒക്കെ ഈ മന്ത്രിസ്ഥാനം വീണ്ടും ആവശ്യപ്പെടുമോ എന്നൊരു ആശങ്കയും CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശശീന്ദ്രനെ തന്നെ മന്ത്രിസ്ഥാനം നിർത്തിക്കൊണ്ട് ശശീന്ദ്രൻ തന്നെ തുടരും, ശശീന്ദ്രനെ തുടരട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു.